അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ വേഗം തന്നെ പോയി കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്ലൈൻ ശ്രദ്ധിച്ച് കാണും. നമ്മൾ കുറച്ച് ജ്വല്ലറി കളക്ഷൻസും കുറച്ച് ഇയറിംഗ് കളക്ഷൻസും ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ. ബൈ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ഒരു ചോക്കർ സെറ്റാണ്. നമുക്കിത് ചോക്കർ സെറ്റായിട്ടും അല്ലാതെ തന്നെ അല്ലാതെ മാലയായിട്ട് സാരിയുടെ ഒക്കെ കൂടെ വിയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് മാലയാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ്. അതുപോലെ തന്നെ ലോക്കറ്റിൽ ലക്ഷ്മി ദേവിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടും ഇവിടെ ഒരു പിങ്കും ഗ്രീൻ സ്റ്റോൺസും വന്നിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സ്റ്റോൺസ് ആണ്. അത് തന്നെയാണ് ഈ മാലയുടെ ഏറ്റവും ഭംഗി. നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റിയ ടൈപ്പ് മാലയാണ്. ഇതിലും ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് മറ്റേത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചോക്കർ സെറ്റിന് തന്നെ ഇച്ചിരി കൂടെ ലെങ്ത് വന്നിട്ടുള്ള മാലയാണ്. ഇതിലും ലക്ഷ്മി ദേവിയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കണ്ട അതേ മാലയുടെ ടൈപ്പ് തന്നെ വേറൊരു മാലയാണ്. ഇത് നമുക്ക് അത്യാവശ്യം ലെഹങ്ക പോലുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ മാലയാണ്. ചോക്കറായിട്ടും നെക്ലെസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിലും ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ലക്ഷ്മി ദേവിയുടെ ഇത് വന്നിട്ടുണ്ട്, നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അടുത്ത ബ്ലൂ സ്റ്റോണും ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. മറ്റേ ചോക്കർ സെറ്റിൻ്റെ കൂടെ പെയർ ചെയ്ത് വരുന്നതാണ്. ലെഹങ്കയുടെ ഒക്കെ കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും. അതുപോലെ തന്നെ വരുന്നതാണ് റിങ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ബ്ലൂ സ്റ്റോൺ ആണ്. നമുക്ക് വേണ്ടി വന്ന അരപ്പട്ടയായിട്ടും അല്ലെങ്കിൽ ഒരു ചോക്കർ സെറ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മാലയാണ്. ഒരുപാട് നമുക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ലോട്ടസിന് പകരം വേറെയും കുറേ ലോക്കറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള മാലയൊക്കെ ഒരുപാട് വൈറലായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ലോട്ടസ് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ തന്നെയാണ് ഇയറിങ്ങും വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ഗ്രീൻ സ്റ്റോണും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്റ്റോൺ ആട്ടോ. അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്ത് വരുന്ന ഇയറിംഗ് ആണ് ഇത്. ഇതിൽ പീച്ച് കളറാണ് സ്റ്റോൺസ് വന്നിരിക്കുന്നത്. ഷെയ്ഡ് വരുന്നതാണ്. ഇതിൽ സെൻട്രലായിട്ട് മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇയറിംഗ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഹെവിയാണ്, ഇച്ചിരി വെയിറ്റ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ബ്ലൂ ഷെയ്ഡ് സ്റ്റോൺസ് ആണ് കേട്ടോ വരുന്നത്. ജീൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റിയ ഇയറിംഗ്സ് ആണ്. ഇതും ജീൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാം. അതുപോലെ തന്നെ മെഡീൻ ടോപ്പിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റിയ ഇയറിംഗ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഫുൾ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു ജുംക്കയാണ്. നമുക്കിത് ഏത് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിലും മാച്ചിങ് ആവും. ഈ കമ്മലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പേൾസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ജീൻസിൻ്റെ ഒക്കെ കൂടെ നല്ലപോലെ ചേരും. ഇതിൽ പിങ്ക് സ്റ്റോൺസ് ആണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാം. അതുപോലെ തന്നെ സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡ് കമ്മലാണ്. ഇത് നമുക്ക് അത്യാവശ്യം ജീൻസിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ കൂടെ നമുക്ക് വിയർ ചെയ്ത് പോകാൻ പറ്റിയതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു റെഡ് സ്റ്റോൺസ് വരുന്ന ജുമുക്കയാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ജുമുക്കയാണ് കേട്ടോ. നമുക്കിത് ആർട്ട് സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റും. ഇതും ജുമുക്ക മോഡൽ ഇയറിംഗ് ആണ്. സിൽവർ ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് ഇത് സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ മാച്ചിങ് ആയിട്ട് പോകും. നെക്സ്റ്റ് വരുന്ന രണ്ട് ജുമുക്കയാണ്. ഒന്ന് ഗ്രീൻ ഷെയ്ഡ് സ്റ്റോൺസ് ഉള്ളതും ഒന്ന് ബ്ലൂ സ്റ്റോൺ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. നമുക്കിത് സാരിയുടെ ഒക്കെ കൂടെ വെയർ ചെയ്ത് പോകാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. ഇത് നമുക്ക് ജുമുക്കയുടെ ഒക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഇയറിംഗ് ആണ് കേട്ടോ. ഇത് ജുമുക്ക മോഡൽ വരുന്ന ഇയറിംഗ് ആണ്. ഇതിൽ വൈറ്റ് സ്റ്റോൺസും അതുപോലെ സിൽവർ ഷെയ്ഡും ആണ് വരുന്നത്. അടുത്തതും ഒരു ജുമുക്കയാണ് കേട്ടോ. നമുക്ക് മെഡീൻ ടോപ്പിൻ്റെ ഒക്കെ കൂടെ സാരിയുടെ ഒക്കെ കൂടെ വെയർ ചെയ്ത് പോകാൻ പറ്റിയ ടൈപ്പാണ്. ഹേ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഇയറിംഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം അത്യാവശ്യം കമ്മലിനോട് കുറച്ച് ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ. എവിടെ ഒരു കമ്മൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ലുക്ക് പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പെട്ടെന്ന് കുറച്ചൊക്കെ ഏതെടുക്കണമെന്നും കൺഫ്യൂഷൻ വരുന്നത് പെട്ടെന്ന് നമുക്ക് എല്ലാ ഗേൾസിനും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് കമ്മൽ സെക്ഷനൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലുക്ക് പോകുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ബൈ.